നമസ്കാരം. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര വലിയൊരു നിഗൂഢതയിലേക്കും വലിയൊരു സംശയത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. എല്ലാം പ്രിയങ്ക ഗാന്ധിയെ ഏൽപ്പിച്ചിട്ടാണ്, അതായത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ എല്ലാ ചുമതലയും പ്രിയങ്ക ഗാന്ധിയെ ഏൽപ്പിച്ചിട്ടാണ് രാഹുൽ വിദേശത്തേക്ക് ഓടുന്നത്. വിദേശ സന്ദർശനം പെട്ടെന്നാണ് രാഹുൽ ഗാന്ധി ചാർട്ട് ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം. സെപ്റ്റംബർ 8 മുതൽ 10 വരെയുള്ള തീയതികളിലായിരിക്കും അദ്ദേഹം വിദേശ സന്ദർശനം നടത്താൻ പോകുന്നത്. കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ഭാഗമായാണ് അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നത്. സെപ്റ്റംബർ 8-ന് ഡല്ലാസ്, ടെക്സാസ് എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്ന അദ്ദേഹം സെപ്റ്റംബർ 9, 10 തീയതികളിൽ വാഷിംഗ്ടൺ DC സന്ദർശിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യക്കാരായ വിദ്യാഭ്യാസ വിദഗ്ധർ, മാധ്യമപ്രവർത്തകർ, ടെക്നോക്രാറ്റ്, ബിസിനസ്സുകാർ എന്നിവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. ആദ്യ ദിവസം ഡല്ലാസിൽ നിന്നുള്ള നേതാക്കൾക്കൊപ്പം രാത്രി ഭക്ഷണം കഴിക്കും. കർണാടകയും തെലങ്കാനയും കോൺഗ്രസ് വിജയിച്ചതോടെ ബിസിനസ്സുകാർക്കും ടെക്നോക്രാറ്റുകൾക്കും രാഹുൽ ഗാന്ധിയുമായി ചർച്ചയിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമുണ്ടെന്നും മഹാരാഷ്ട്ര കൂടി ജയിക്കാൻ സാധിച്ചാൽ മുംബൈ, പൂനെ എന്നീ നഗരങ്ങളിൽ ബിസിനസ് താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നവർ കൂടി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ഭാഗമാകുമെന്ന് സാം പിത്രോസ് പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പറക്കുന്നത്. അതുമാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്തെന്നാൽ ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അമേരിക്കയുടെ കൈകളുണ്ടെന്ന് പല കോണുകളിൽ നിന്നും വിലയിരുത്തലുകൾ ശക്തമായി വരികയാണ്. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്ന വിഭജനം നടപ്പിലാക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നതായും അതിന്റെ ഭാഗമായി OIC പോലുള്ള വിഘടനവാദികളെ അടക്കം അമേരിക്കൻ സ്ഥാനപതികൾ കണ്ടു എന്നുള്ള വാർത്തകൾ വരുന്നതിനിടെ അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഈ നീക്കമാണ് എല്ലാവരും സംശയത്തോടെ കാണുന്നത്. ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതിനാൽ തന്നെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള വിദേശ ശക്തികളുടെ നീക്കത്തിൽ ഭാഗമാണോ രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനമെന്നാണ് സംശയിക്കപ്പെടുന്നത്. റഷ്യക്കെതിരെ ആക്രമണം നടത്തുന്ന സെലൻസ്കിയെ പോലുള്ള വിദേശ രാജ്യങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പാവ സർക്കാരിനെ ഇന്ത്യയിൽ അവരോധിക്കാനാണോ അമേരിക്കയുടെ ശ്രമമെന്നാണ് ഇനി അറിയാനുള്ളത്. പല പ്രാവശ്യം അമേരിക്ക ഇന്ത്യയുടെ അണ്ടറിൽ, അതായത് പല പ്രാവശ്യം അമേരിക്ക ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിട്ടിരുന്നു. അത് ഇന്ത്യ കർശനമായി വാർണിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലടക്കം അമേരിക്കയുടെ അഭിപ്രായം പറയുകയും ഇന്ത്യയുടെ നയതന്ത്ര വിഷയങ്ങളിൽ അടക്കം അമേരിക്ക തലയിടുകയും ചെയ്തപ്പോഴാണ് ഇന്ത്യ ശക്തമായ രീതിയിൽ ഒരു താക്കീത് തന്നെ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പെട്ടെന്ന് തന്നെ അമേരിക്കയിലേക്ക് പോകുന്നത്. എന്തായാലും അമേരിക്കയിൽ ചെന്നിട്ട് ഒരു നല്ല കാര്യം എന്തായാലും രാഹുൽ ഗാന്ധി ചെയ്യില്ല. അവിടെ ചെന്നിട്ട് മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി, അവിടെ ഇന്ത്യയിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി വിഘടനവാദികളുമായിട്ടൊരു ചർച്ച നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നാണ് കാത്തിരുന്ന് കണ്ടത്. കാരണം ഈ ഒരു അമേരിക്കയിലേക്ക് പോകുന്നു എന്നൊരു ദിവസം തന്നെ പെട്ടെന്നാണ് പ്രഖ്യാപിച്ചത്. അതായത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമാണ്, 4 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോകാനായിട്ട് ഒരു തീരുമാനമെടുത്തത്. അത് ജമ്മു കാശ്മീരിൽ പോയി സന്ദർശനം നടത്തിയതിനു ശേഷമാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ OIC പോലെയുള്ള വിഘടനവാദികളുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ചെറിയ തോതിലൊരു ബന്ധമുണ്ട്. വലിയ തോതിൽ കോൺഗ്രസ് അവരുമായിട്ടൊരു കൈകോർക്കുന്നുണ്ട്, പല രീതികളിൽ കൈകോർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ചെന്നിട്ട് ഒരു വിഘടനവാദികളുമായി കൈകോർത്ത് ഇന്ത്യക്കെതിരെ ഒരു കലാപം നടത്താൻ ഒരു നീക്കമാണോ രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നതാണ് ഇന്ന് കാത്തിരുന്ന് കാണേണ്ടത്.